ഒരു മാസത്തിലേറെയായി ദുബായിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന തിരുവനന്തപുരം സ്വദേശി വിജയൻ മാത്യു തോമസിന്റെ മൃതദേഹം ഇന്ന് അർദ്ധരാത്രിയോടെ നാട്ടിലെത്തും. സുഹൃത്തുക്കളുടെയും ഗ്ലോബൽ പ്രവാസി യൂണിയന്റെയും ഇടപെടലിനെ തുടർന്നാണ് മൃതദേഹം നാട്ടിലെത്തിക്കുന്നത്. 30 വർഷം ദുബായ് പോലീസിലെ ജീവനക്കാരനായിരുന്നു വിജയൻ മാത്യു തോമസ്. മൃതദേഹം ഏറ്റെടുക്കാൻ ആളില്ലാതെ ദിവസങ്ങളായി UAEയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്നത് മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. മീഡിയ വൺ ഇംപാക്ട്. 30 വർഷമായി ദുബായ് പോലീസിൽ ജോലി ചെയ്തിരുന്ന തിരുവനന്തപുരം സ്വദേശിയുടെ മൃതദേഹം ഏറ്റെടുക്കാൻ ആളില്ലാതെ ദുബൈയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത നേരത്തെ മീഡിയ വൺ സംപ്രേഷണം ചെയ്തിരുന്നു. ആ മൃതദേഹം ഇപ്പോൾ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഗ്ലോബൽ പ്രവാസി യൂണിയനാണ് അതിന് നേതൃത്വം നൽകിയത്. അതിൻ്റെ ചെയർമാൻ ആരോപം ചേരുന്നു. സാർ, എങ്ങനെയാണ് നിലവിലുള്ള അവസ്ഥ? തീർച്ചയായിട്ടും ഈ ഒരു ബോഡി നാട്ടിലേക്ക് അയക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി 15 ബോഡി നാട്ടിലേക്ക് അയക്കുന്നതിന് നമ്മൾ എത്രമാത്രം പരിശ്രമിച്ചിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടി പരിശ്രമങ്ങൾ വേണ്ടി വന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടും നാട്ടിലെ അഡ്രസ്സും മറ്റ് വിഷയങ്ങളായിട്ടൊന്നും മാച്ച് ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ മകനെ ഇപ്പോൾ മീഡിയ വൺ സംപ്രേഷണം ചെയ്യുന്ന അന്ന് അബ്ദുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമവും ഇതിൽ വേണ്ട വിധത്തിലുണ്ടായിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മകനെ കണ്ടെത്തുന്നതിൽ ഇദ്ദേഹത്തിൻ്റെ മകനെ കണ്ടെത്തിയതിന് ശേഷം അതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അവിടുത്തെ പോലീസ് സൂപ്രണ്ടുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് അവിടുത്തെ നോട്ടറിയുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടൊക്കെയാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചത്. ഇത് വളരെ 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 ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഈ ആള് 65 വർഷത്തോളം 60 വർഷത്തോളമായി ഇപ്പോഴും പെൻഷനായി അവിടെ നിന്ന് ആദ്യം ഒരു വിവാഹം കഴിച്ചെന്ന് പറയുന്നു, രണ്ടാമത് വേറൊരു വിവാഹം കഴിച്ചെന്ന് പറയുന്നു. സ്വന്തം ഒരു മകനുണ്ടായിരുന്നു, ആ മകന് പോലും ഒന്നും ചെയ്തിട്ടില്ല. ഈ ആളിന് കിട്ടിയ പൈസ ഏതോ ഒരു ഓർഫനേജ് കൊടുത്തെന്നാണ് പുള്ളി നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇങ്ങനെയുള്ളവരെ നിന്ന് വാങ്ങിച്ച് ഈ ദുരിതങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളും ഇവർ മനുഷ്യത്വം ഇല്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെയുള്ളവർ. പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈസ പോലും നമുക്ക് ഇപ്പോൾ സിയാലോങ്ങൊന്നും കിട്ടിയിട്ടില്ല. ഇത് ഒരുപാട് ബുദ്ധിമുട്ടി. ഞങ്ങൾ 4-5 ദിവസം കൊണ്ട് ഇതിൻ്റെ പുറകെ പകൽ 7 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി 12 മണി 1 മണിക്കാണ് നിങ്ങൾ തിരിച്ച് റൂമിലെത്തുന്നത്. ഈ പേപ്പർ ഉണ്ടാക്കിയെടുക്കുന്നതിനും അതനുസരിച്ച് ഈ പൈസ ഉണ്ടാക്കിയെടുക്കുന്നതിനും ഒരു പൈസയില്ല. എങ്ങനെയായാലും 10,000-7,000 രൂപ കുറയാതെ ഒരു ബോഡി കയറ്റി അയക്കുന്നതിന് വേണം. അപ്പോൾ ഈ പൈസ കിട്ടാൻ സന്മനസ്സുകൾ പലരും സഹായിച്ചു, പല ആൾക്കാരും സഹായിച്ചു, ഗ്ലോബൽ പ്രവാസി യൂണിയൻ്റെ എല്ലാവരും സഹായിച്ചു. അങ്ങനെയാണ് ഇത് ഇന്ന് എത്തിച്ചത്. ഇന്ന് രാത്രി 12:05 ഫ്ലൈറ്റിൽ പോവും, രാവിലെ അവിടെ എത്തും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പുള്ളിയുടെ മകൻ വന്നിട്ട് കൊണ്ടുപോകുന്ന മകനും വളരെ ദയനീയമായ രീതിയിൽ ജീവിക്കുന്ന ഒരു മകനാണ്. യാതൊന്നുമില്ല. ഏതായാലും വളരെ ആശ്വാസകരമായ വാർത്തയാണ് ദുബൈയിലെ UAEയിലെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ നാട്ടിലെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളവും നമുക്ക് ഇവിടെ നിന്ന് നൽകാനുള്ളത്. യാസർ അറഫാത്തിനൊപ്പം അബ്ബാസ് മുഹമ്മദ്, മീഡിയ വൺ.